ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ബ്രേക്ക്ഫാസ്റ്റ് മാത്രമല്ല, നമുക്കിത് ഈവനിങ് സ്നാക്കായിട്ടോ ഡിന്നറായിട്ടോ ഒക്കെ കഴിക്കാവുന്നതാണ്. കുട്ടികൾക്ക് ടിഫിനിലും കൊടുത്തു വിടാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് അരിപ്പൊടിയാണ്, വറുത്ത അരിപ്പൊടിയാണ് കേട്ടോ. അപ്പം വറുത്തതോ വറുക്കാത്തതോ ആയിട്ടുള്ളത് എടുക്കാം. അപ്പം ഞാനിവിടെ ഒരു 2 കപ്പ് അളവിൽ വറുത്ത അരിപ്പൊടി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു അരമുറി തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അതിൻ്റെ കൂടെ തന്നെ പച്ചമുളക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർക്കാവുന്നതാണ് കേട്ടോ. ഞാനിവിടെ 3 എണ്ണം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ പെരുംജീരകം ഒരു 1/2 ടീസ്പൂൺ അളവിൽ പെരുംജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. വലിയ ജീരകമാണ് കേട്ടോ, മസാല ജീരകം. അതും കൂടെ ചേർത്തതിന് ശേഷം ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. വെള്ളമൊന്നും ചേർക്കാതെ വേണം അരച്ചെടുക്കാനായിട്ട്. കണ്ടില്ലേ, ഇതേപോലെ ഒന്ന് അരച്ചെടുക്കാം. ഇത് നമുക്ക് ഈ ഒരു മാവിലേക്ക് ചേർത്ത് കൊടുക്കാം. മാവിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ട് ഇതിലേക്ക് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടി ചേർത്ത് നമുക്കിത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. കൈകൊണ്ട് നന്നായിട്ട് തേങ്ങയൊക്കെ എല്ലാം നന്നായിട്ട് മിക്സ് ആവുന്ന രീതിയിലൊന്ന് കൈകൊണ്ട് ഉടച്ചെടുക്കാം. സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്താൽ നന്നായിട്ട് അതൊന്ന് യോജിച്ച് കിട്ടത്തില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമുക്കിത് കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കുഴച്ചെടുക്കാവുന്നതാണ്. ഇതേപോലെ ഒന്ന് കുഴച്ചെടുക്കുക. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വെള്ളമാണ്. ചൂടുവെള്ളം, നല്ല തിളച്ചുകൊണ്ടിരുന്ന വെള്ളമാണ് കേട്ടോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അത് നമുക്കിതിലേക്ക് ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ സാധാരണ നമ്മൾ ഇടിയപ്പമൊക്കെ ചെയ്യുന്നില്ലേ, അതേപോലെ തന്നെ ചൂടുവെള്ളം ചേർത്ത് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ആ ഒരു പരുവത്തിൽ വേണം എടുക്കാനായിട്ട് കേട്ടോ. ഒരുപാടങ്ങ് ലൂസായി പോകാനും അതുപോലെ ഒരുപാട് കട്ടിയാകാനും പാടില്ല. മാവ് ഒരുപാട് ടൈറ്റായി കഴിഞ്ഞാൽ അത് പലഹാരം ഉണ്ടാക്കുമ്പോൾ അതൊരു ബുദ്ധിമുട്ടായിട്ട് മാറും. അതുകൊണ്ട് ഒരല്പം ഒന്ന് ലൂസായാലും കുഴപ്പമില്ല, തീരെ ലൂസായി പോകരുത് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ വെള്ളമൊക്കെ അത്യാവശ്യമായിട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് തണുക്കാനായിട്ട് വെക്കാം. അപ്പോൾ അത് ഞാനിവിടെ ഒരു പരന്ന ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു. അത് ഒരല്പം നേരം വെച്ചിരുന്നപ്പോൾ തന്നെ നന്നായിട്ട് തണുത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. ഈ ഒരു ടൈമിൽ മാവ് ഇച്ചിരി കട്ടിയായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ചെറു ചൂടുവെള്ളം ചേർത്ത് കുഴച്ചെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്കിതിന് വേണ്ടിയിട്ടുള്ള ഫില്ലിംഗ് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പാനിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടായി വന്നപ്പോൾ അതിലേക്ക് കടുക് ചേർത്ത് കൊടുത്തു. കടുക് പൊട്ടി വരുമ്പോൾ അതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. ഒരു 2 സവാള, വലിയ സവാള ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനനുസരിച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. പച്ചമുളക് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ പച്ചമുളക് ചേർക്കാം കേട്ടോ. ഇനി ഇതിൻ്റെ കൂടെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഞാനിവിടെ 1 ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പേസ്റ്റ് ചേർത്ത് കൊടുത്താലും മതി. ഇതിപ്പോൾ ഞാൻ ചതച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടി ചേർത്ത് എല്ലാം കൂടെ ഒരുമിച്ചാണ് ഇത് ചെയ്യുന്നത് കേട്ടോ. അതിന് ഓരോന്നായിട്ട് സെപ്പറേറ്റ് ടൈമൊന്നും വേണ്ട, ഒരുമിച്ച് തന്നെയാണ് ഇതെല്ലാം കൂടി ചേർത്ത് കൊടുക്കുന്നത്. എല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതൊന്ന് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതിവിടെ ഒരു 1-2 മിനിറ്റ് ആയിട്ടുണ്ട്. സവാളയൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം, ഒരു 1/4 ടീസ്പൂണിൽ. അതുപോലെ 1 ടീസ്പൂൺ അളവിൽ മുളക് പൊടി ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ജീരകം പൊടിച്ചതാണ് കേട്ടോ. വറുത്ത് പൊടിച്ച ജീരകമാണ് ഒരു 1/4 ടീസ്പൂൺ അളവിൽ ചേർക്കുന്നത്. ഇനി ജീരകം ഇല്ലെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമ്മൾ ഗരം മസാലയൊക്കെ ചേർക്കുന്നുണ്ട്, ജീരകം ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഗരം മസാല കൂടി ചേർക്കുന്നുണ്ട്. പെരുംജീരകത്തിൻ്റെ പൊടി ഉണ്ടെങ്കിൽ അതും കൂടി ചേർക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ പൊടികളുടെയൊക്കെ ഒരു പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കുക. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഈ പൊടികളൊക്കെ ഇട്ട് കൊടുക്കാനായിട്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് 2 ഉരുളക്കിഴങ്ങ്, വലിയ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വേവിച്ച് ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അതുകൂടി ചേർത്ത് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഞാനിവിടെ ഉരുളക്കിഴങ്ങെല്ലാം യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഈ സമയത്ത് നിങ്ങൾക്ക് മല്ലിയില വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് പലഹാരം തയ്യാറാക്കി തുടങ്ങാം. അപ്പോൾ ഞാൻ അതിനായിട്ട് കൈ ഒന്ന് നനച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. കൈ നനച്ചതിന് ശേഷം മാവ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കയ്യിൽ അധികമായിട്ടൊന്നും പറ്റി പിടിക്കത്തില്ല. മാത്രമല്ല ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കാനൊക്കെ കൈ നനഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഈസി ആയിട്ട് ആയി കിട്ടും കേട്ടോ. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് തന്നെ ഒന്ന് പരത്തിയെടുക്കാം. അപ്പോൾ ഒരുപാട് അങ്ങ് നൈസാക്കി പോകരുത്, എങ്കിലത് ചിലപ്പോൾ ഫില്ലിംഗ് ഒക്കെ പോയിട്ട് പുറത്ത് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല വലിപ്പത്തിൽ തന്നെ ഇതൊന്ന് പരത്തിയെടുക്കുക കേട്ടോ, കയ്യിൽക്കുള്ളിൽ വെച്ചിട്ട്. ഇനി നമുക്കിതിൻ്റെ സെൻറ്ററിലേക്ക് മസാല വെച്ച് കൊടുക്കാം. ഇനി ഇതൊന്ന് കവർ ചെയ്തെടുക്കണം. അപ്പോൾ ഇത് ഇങ്ങനെ കവർ ചെയ്തെടുക്കുമ്പോൾ ചിലപ്പോൾ മസാലയൊക്കെ പുറത്ത് വരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ആദ്യമേ പറഞ്ഞത് കുറച്ചൊന്ന് വലുതായിട്ട് വേണം അതൊന്ന് പരത്തിയെടുക്കാനായിട്ട്.
ഇനി അതൊന്ന് ഉരുട്ടിയെടുക്കാം. നന്നായിട്ട് തന്നെ ഒന്ന് ഉരുട്ടിയെടുത്തതിന് ശേഷം നമുക്കിതൊന്ന് ഒരു ഷേപ്പ് ആക്കി എടുക്കണം. അപ്പോൾ ഒന്നുകിൽ നിങ്ങൾക്ക് ഓവൽ ഷേപ്പിലാക്കാം, അല്ലെങ്കിൽ സ്ക്വയർ ഷേപ്പിലാക്കി എടുക്കാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒന്ന് ചെറുതായിട്ടൊരു സ്ക്വയർ ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം ആക്കിയെടുക്കാം. അപ്പോൾ ഇത് സൈഡൊക്കെ ഒന്ന് വിട്ട് വന്നിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല, ഒന്ന് കൈ കൊണ്ടൊന്ന് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് വെച്ച് കൊടുത്തിരുന്നാൽ മതിയാകും കേട്ടോ. അപ്പോൾ ഇത് ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ ബാക്കിയുള്ളതും കൂടെ നമുക്ക് ഒരുമിച്ച് റെഡിയാക്കി എടുക്കാം. ഇനി നമുക്കിതൊന്ന് ആവിയിലൊന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് ഞാൻ കടായിൽ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയത്തേക്ക് നമുക്കിതിൻ്റെ മുകളിലൊരു പ്ലേറ്റ് വെച്ച് കൊടുക്കാം. ഇനി അതിലേക്ക് ഇതൊന്ന് ഞാൻ ഒരു എണ്ണ അല്പം ഒന്ന് ആ പാത്രത്തിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. കുറച്ചുകൂടെ വലിപ്പത്തിലും അല്ലെങ്കിൽ ഇഡ്ഡലി തട്ടിൽ സ്റ്റീമറിലൊക്കെ വെച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചധികം നമുക്ക് ഒരുമിച്ച് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിവിടെ ഒരു 10 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് എടുത്ത് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇത് തണുക്കുന്ന സമയത്ത് ഇങ്ങനെ കഴിക്കാവുന്നതാണ് കേട്ടോ. മുതിർന്നവർക്ക് ഈ ഒരു രീതിയിൽ കഴിക്കാവുന്നതാണ്. ഇനി കുട്ടികൾക്കൊക്കെ കൊടുക്കുന്ന സമയത്ത് നമുക്ക് സ്നാക്സ് ആയിട്ടൊക്കെ തയ്യാറാക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പാനിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കുക. ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കൊടുക്കുക. അതിനുശേഷം നമുക്ക് എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ഒരല്പം കടുക് ചേർത്ത് കൊടുക്കാം. കടുകൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്കതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടിയും കൂടെ തന്നെ മുളക് പൊടിയും ചേർത്ത് കൊടുക്കുക. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഈ പൊടികൾ ചേർത്ത് കൊടുക്കാനായിട്ട്. ഇല്ലെങ്കിൽ എണ്ണ നന്നായിട്ട് ചൂടായിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ പെട്ടെന്ന് അത് കരിഞ്ഞു പോകും. അപ്പോൾ അത് രണ്ടും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കറിവേപ്പില കൂടി ചേർക്കാവുന്നതാണ് കേട്ടോ. ഒരല്പം ഉപ്പ് കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടി നന്നായിട്ട് ഒന്ന് യോജിപ്പിച്ചെടുക്കാം. യോജിപ്പിച്ചതിന് ശേഷം നമുക്കിത് പലഹാരം ഓരോന്നായിട്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതുപോലുള്ള വലിയ പാനോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ആവശ്യത്തിന് നിങ്ങൾ ഫ്രൈ ചെയ്യുക. ബാക്കിയൊക്കെ നിങ്ങൾക്ക് അല്ലാതെ വേവിച്ചത് ആവിയിൽ വേവിച്ചതിന് ശേഷം കഴിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഏത് രീതിയിൽ വേണോ ചെയ്യാവുന്നതാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരമാണ്. സാധാരണ ഞാൻ ഗോതമ്പ് പൊടിയൊക്കെ വെച്ചിട്ടാണ് കൂടുതൽ പലഹാരങ്ങളൊക്കെ ഈ ഒരു ചാനലിൽ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ അരിപ്പൊടി വെച്ചിട്ടുള്ളതൊന്നും അധികമായിട്ട് ഞാൻ അങ്ങനെ റെസിപ്പി ഇട്ടിട്ടില്ല. അപ്പോൾ നിങ്ങൾ ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കട്ടെ. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരം തന്നെയാണ്. വളരെ എളുപ്പമാണ്. നമുക്കിത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ സ്നാക്സ് ആയിട്ടോ ഡിന്നറായിട്ടോ ഒക്കെ കഴിക്കാവുന്നതാണ് കേട്ടോ. ഒരെണ്ണം കഴിക്കുമ്പോൾ തന്നെ വയറ് ഫുള്ളാവും. ഇതിപ്പോൾ ഒരു വശം ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ കുറച്ചധികം എണ്ണ ഒഴിച്ച് നന്നായിട്ട് അതൊന്ന് എണ്ണയിൽ മുക്കി പൊരിക്കത്തക്ക രീതിയിൽ പൊരിച്ചെടുത്താലും കൊള്ളാം കേട്ടോ, നന്നായിരിക്കും. അപ്പോൾ ഇത് തിരിച്ചും മറിച്ചിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. സൈഡൊക്കെ ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്, ഫ്രൈ ആയി കിട്ടാൻ വേണ്ടി ഇതുപോലെ ഒന്ന് ചരിച്ച് വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതിൻ്റെ സൈഡൊക്കെ നന്നായിട്ട് തന്നെ മൊരിഞ്ഞ് കിട്ടും. അപ്പോൾ ഈ ഒരു പലഹാരം എല്ലാ പേരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇതിവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഞാനിതൊരു പ്ലേറ്റിലേക്ക് മാറ്റുന്നുണ്ട്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് റെസിപ്പി ഇഷ്ടമാവണമെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുതേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കണും ഓൾ ഓപ്ഷനും കൂടിയൊക്കെ ഒന്ന് ക്ലിക്ക് ചെയ്യണം. എങ്കിലേ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടുള്ളൂ കേട്ടോ. കണ്ടില്ലേ, കാണാനും നല്ല ഭംഗിയാണ്, അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഞാനിതൊന്ന് മുറിച്ച് കാണിച്ചു തരാം. പുറമേക്ക് നല്ല ക്രിസ്പി ആയിട്ടും ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. പുതിയ റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബായ്. താങ്ക് യു.